Hi dear students, today we can learn the topic interchangeability. Interchangeability എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൻറ്റൻസസ് ആണ്. അതായത് നമുക്ക് ഒരു സെൻറ്റൻസിനെ എങ്ങനെ മാറ്റി വേറൊരു സെൻറ്റൻസിലേക്ക് മീനിങ് ഫുള്ളി കൊണ്ടുവരാമെന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. സോ ഇങ്ങനെ നിങ്ങൾക്ക് എക്സാംസിന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഒരു സെൻറ്റൻസിനെ തന്നെ നിങ്ങൾക്ക് ഇമ്പാരറ്റീവ് സെൻറ്റൻസിന് അല്ലെങ്കിൽ അസർട്ടീവ് സെൻറ്റൻസിന് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആക്കാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദ്യ പേപ്പറുകളിൽ കാണാറുണ്ട്. നമുക്ക് ഈ ഒരു ടൈപ്പ് നോക്കാം. സോ ഇവിടെ ഇൻ്റർചേഞ്ചിങ് അസർട്ടീവ് ആൻഡ് ഇൻട്രോഗേറ്റീവ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളതും അറിയാം. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാനുള്ള അല്ലെങ്കിൽ മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വി യൂഷ്വലി യൂസ് ദ നെഗറ്റീവ് പോസിറ്റീവ് സ്വിച്ച്. ഈ ഒരു ഏരിയയിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതായത് സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അത് നേരെ തല തിരിച്ചുമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ എക്സാമ്പിൾ ഞാനൊന്ന് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഇപ്പോൾ ഒരു അസർട്ടീവ് സെൻറ്റൻസ് ഹീ ഈസ് എ ഗ്രേറ്റ് ലീഡർ എന്നുള്ള ഒരു സെൻറ്റൻസ്, അതിനെ നമ്മൾ ഇൻട്രോഗേറ്റീവിലേക്ക് മാറ്റുന്ന സമയത്ത് ഈസ് ഹീ നോട്ട് എ ഗ്രേറ്റ് ലീഡർ എന്ന് ചോദിക്കാം അല്ലേ. അതിനെ തന്നെ നേരെ ചോദ്യത്തിലേക്ക്. പക്ഷെ അവിടെ മീനിങ് എന്താണ്? അയാളൊരു ഗ്രേറ്റ് ലീഡർ ആണ് എന്ന് തന്നെയായിരിക്കും അവിടെ ഉത്തരം വരുന്നുണ്ടാവുക. യെസ് എന്നുള്ളത് തന്നെയായിരിക്കും അവിടെ ഉത്തരം വരുന്നുണ്ടാവുക അല്ലേ. അപ്പം ഇവിടെ ഒന്നുകൂടെ ഞാൻ പറയാം. നോ വൺ ക്യാൻ അവോയ്ഡ് ഡെത്ത് എന്നുള്ളൊരു സെൻറ്റൻസ് എടുക്കാം. അപ്പോൾ അതൊരു അസർട്ടീവ് സെൻറ്റൻസ് ആണ്. ആർക്കും ആ ഡെത്തിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരുമ്പം ഹൂ ക്യാൻ അവോയ്ഡ് ഡെത്ത്, ആർക്കാണ് ഡെത്തിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം. പക്ഷെ അതിൻ്റെ ആൻസറിന് അവിടെ ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഒരു റിയൽ വാല്യൂ ഇല്ല. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓർ നോ മാത്രമേ അതിന് വരുള്ളൂ. അപ്പം ഇവിടെ ഒരു റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ആ ഒരു പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റ് എത്തിയോ എന്നറിയാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യം മാത്രമാണ് ഈ അസർട്ടീവ് സെൻറ്റൻസിനെ ഇൻട്രോഗേറ്റീവിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. അപ്പം ഇവിടെ എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആൻസറും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടല്ലേ അതേ സെയിം മീനിങ് വരുന്നതായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പം ഇങ്ങനെയാണ് അസർട്ടീവിൽ നിന്ന് ഇൻട്രോഗേറ്റീവിലേക്ക് സെൻറ്റൻസിനെ മാറ്റുന്നത്. ഇനി അടുത്തത് നോക്കാനുള്ളത് ഇൻ്റർചേഞ്ചബിലിറ്റി അല്ലെങ്കിൽ ഇൻ്റർചേഞ്ചിങ് അസർട്ടീവ് സെൻറ്റൻസ് ടു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എങ്ങനെയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിലേക്ക് അസർട്ടീവ് സെൻറ്റൻസിനെ മാറ്റുന്നത് എന്നുള്ള. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു സഡൻ ഇമോഷൻ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നേരെ ഒരു സഡൻ റിയാക്ഷനിലേക്ക് മാറ്റണമെങ്കിൽ അവിടെ നമ്മൾ ഒരു മൂഡ്, ആ ഒരു സെൻറ്റൻസിൻ്റെ മൂഡാണ് അവിടെ ചേഞ്ച് ആവുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ചേഞ്ച് ആക്കണമെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം. വാട്ട് എ ബ്യൂട്ടിഫുൾ പീസ് ഓഫ് ആർട്ട് എന്നുള്ള ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ പീസ് ഓഫ് ആർട്ട് എന്നുള്ളതാണ് സെൻറ്റൻസ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നല്ലേ. അതിൻ്റെ നമ്മൾ അതിനെ തന്നെ അസർട്ടീവ് സെൻറ്റൻസിലേക്ക് ആക്കുമ്പം ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പീസ് ഓഫ് ആർട്ട് എന്നുള്ള ഒരു കംപ്ലീറ്റ് സെൻറ്റൻസിലേക്ക് നമ്മൾ അതിനെ മാറ്റുവാണ്. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് നമ്മൾ ആ സെൻറ്റൻസിനെ കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ അസർട്ടീവ് സെൻറ്റൻസിലേക്ക് മാറ്റുന്നത്. അതുപോലെ അടുത്തത് വരുന്നത് ഇൻ്റർചേഞ്ചിങ് അസർട്ടീവ് ആൻഡ് ഇമ്പാരറ്റീവ് എന്നുള്ളതാണ്. അപ്പം ഇമ്പാരറ്റീവ് സെൻറ്റൻസ് എന്താണെന്ന് നമുക്കറിയാം, റിക്വസ്റ്റ്, കമാൻഡ് ഒക്കെയാണ് അല്ലേ. അപ്പം ഒരു അസർട്ടീവ് സെൻറ്റൻസിനെ നമ്മൾ ഇമ്പാരറ്റീവ് ആക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇമ്പാരറ്റീവ് സെൻറ്റൻസിനെ അസർട്ടീവ് ആക്കുകയാണെങ്കിൽ അതിലെ ആ ഒരു റിക്വസ്റ്റ് ചെയ്യുന്ന വേർഡ്സ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ കമാൻഡ് ചെയ്യുന്ന വേർഡ്സിനെ എടുത്ത് മാറ്റിയാൽ നമുക്കതിനെ നേരെ അസർട്ടീവ് ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്ലീസ് പാസ് ദ സോൾട്ട് എന്ന് പറയുക. അപ്പോൾ അതിനെ നമുക്ക് അസർട്ടീവ് സെൻറ്റൻസ് ആക്കണമെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു പാസ് ദ സോൾട്ട് എന്നുള്ള ഒരു സെൻറ്റൻസിലേക്ക് മാറ്റണം. അപ്പോൾ അതെന്തായി, ഇമ്പാരറ്റീവിൽ നിന്ന് നേരെ അസർട്ടീവിലേക്ക് മാറി. ഇങ്ങനെയാണ് അതിൻ്റെ ചേഞ്ചിങ് വരുന്നത്. അപ്പോൾ ഇൻ്റർചേഞ്ചിങ് അസർട്ടീവ് ഇൻട്രോഗേറ്റീവ് നമ്മൾ നോക്കി, അതുപോലെ തന്നെ ഇൻ്റർചേഞ്ചിങ് അസർട്ടീവ് എക്സ്ക്ലമേറ്ററി നമ്മൾ നോക്കി, ഇൻ്റർചേഞ്ചിങ് അസർട്ടീവ് ഇമ്പാരറ്റീവ് നമ്മൾ നോക്കി. അപ്പോൾ ഇതാണ് ഈ ഒരു 3 ടൈപ്പ് വരുന്നത്. പക്ഷേ നമുക്ക് ഇത് മാത്രമല്ല, സ്ട്രക്ചറൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെ കൂടെ നമ്മൾ എങ്ങനെ മാറ്റും, ട്രാൻസ്ഫോം ചെയ്യും എന്നുള്ളത് പഠിക്കണം. അപ്പം സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എങ്ങനെയാണ് സിമ്പിൾ ടു കോമ്പൗണ്ട് ആക്കുന്നത്, സിമ്പിൾ സെൻറ്റൻസിനെ കോമ്പൗണ്ട് സെൻറ്റൻസ് ആക്കുന്നത്, എങ്ങനെ സിമ്പിൾ സെൻറ്റൻസിനെ കോംപ്ലക്സ് ആക്കുന്നു, എങ്ങനെ കോമ്പൗണ്ട് സെൻറ്റൻസിനെ കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കുന്നു എന്നുള്ളത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവാതെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മാത്രം മതി. ആൻഡ് സിമ്പിൾ ടു കോമ്പൗണ്ടിലേക്ക് ആക്കുന്ന സമയത്ത് നമുക്കൊരു എക്സാമ്പിൾ നോക്കും. ഒരു സിമ്പിൾ സെൻറ്റൻസിന് ബിസൈഡ് ബീയിങ് എ സിംഗർ ഹി ഈസ് ആൻ ആക്ടർ എന്നുള്ളത് പറയുക. അയാളൊരു ആക്ടർ ആയിരിക്കെ തന്നെ അയാൾ നന്നായിട്ട് പാടും എന്നുള്ള ഒരു സിമ്പിൾ സെൻറ്റൻസിനെ നമ്മൾ എങ്ങനെ കോമ്പൗണ്ടിലേക്ക് മാറ്റും. ഹി ഈസ് നോട്ട് ഓൺലി എ സിംഗർ ബട്ട് ഓൾസോ ആൻ ആക്ടർ
ക്യാരക്ടർ എന്നുള്ളത് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്കവിടെ ഫാൻ ബോയ്സ് എന്ന് പറയുന്ന, നമുക്കറിയാം കോമ്പൗണ്ട് സെൻറ്റൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫാൻ ബോയ്സ് എന്ന് പറയുന്ന കൺജക്ഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഫാൻ ബോയ്സ് നമ്മുടെ ഷോർട്ട് ഫോമാണ്, അത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നമുക്ക് എല്ലാം അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ ആ ഒരു ഫാൻ ബോയ്സ് ഓർത്ത് വെക്കുക. ഫാൻ ബോയ്സ് ഇവിടെ വരുന്ന സമയത്ത് എന്താണ്, അത് കോമ്പൗണ്ടിലേക്ക് നമുക്ക് ആ സെൻറ്റൻസിനെ മാറ്റാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ബിസൈഡ്സ് ബീയിങ് എ സിംഗർ എന്നുള്ളത് ഇവിടെ ഹി ഈസ് നോട്ട് ഓൺലി എ സിംഗർ ബട്ട് എന്ന് പറയുന്ന ഒരു കൺജക്ഷൻ യൂസ് ചെയ്തിട്ട് അതിനെ സിമ്പിളിൽ നിന്ന് നേരെ കോമ്പൗണ്ട് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സിമ്പിൾ ടു കോമ്പൗണ്ട് എന്താണെന്ന് അറിഞ്ഞു. ഇനി സിമ്പിൾ ടു കോംപ്ലക്സ് ആണ്. സിമ്പിൾ ടു കോംപ്ലക്സിൽ വരുമ്പോൾ എങ്ങനെയാണ്, കോംപ്ലക്സ് സെൻറ്റൻസിൻ്റെ ഫീച്ചർ എന്താണ് നമ്മൾ പഠിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ. സബോർഡിനേറ്റീവ് കൺജങ്ഷൻസ് ആയിട്ടുള്ള ബിക്കോസ്, ദോ, വെൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ആ സെൻറ്റൻസിനെ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സിമ്പിൾ സെൻറ്റൻസ്, ഹി വാസ് ടു ടയർഡ് ടു വാക്ക് എന്നുള്ള ഒരു സെൻറ്റൻസ്, സിമ്പിൾ സെൻറ്റൻസ്. അപ്പോൾ അതിനെ കോംപ്ലക്സ് ആക്കുമ്പം ഹി വാസ് സോ ടയേർഡ് ദാറ്റ് ഹീ കുഡ് നോട്ട് വാക്ക് എന്നുള്ളത് ആക്കാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ബിക്കോസ്, ദോ, വെൻ എന്ന് പറയുന്ന കൺജക്ഷൻസ് മാത്രമാണെങ്കിൽ ഇതെന്താ ഇവിടെ സോയും ദാറ്റും ഒക്കെ വന്ന് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ അതിന് നിങ്ങൾക്ക് പഠിക്കാനൊരു സിമ്പിൾ മെത്തേഡ്, ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ചാൽ മതി. ഈ ടേബിളിൽ ഇപ്പോൾ ഒരു ഫ്രേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു സിമ്പിൾ സെൻറ്റൻസിൻ്റെ ഫ്രേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടു അല്ലെങ്കിൽ ടു ഒക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താക്കാം, സോ ദാറ്റ് എന്ന് പറയുന്ന നെഗറ്റീവ് വെച്ചിട്ട് അതിനെ ഒരു കണക്ട് ചെയ്തിട്ട് പുതിയ ക്ലോസ് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ട് സെൻറ്റൻസിനെ കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പം അതുപോലെ തന്നെ ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ദോ, ഓൾഡോ ഒക്കെ കൊടുത്താൽ മതി. അതുപോലെ തന്നെ ബിക്കോസ് ഓഫ് അല്ലെങ്കിൽ ഡ്യൂ ടു ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ആസ്, സിൻസ്, ബിക്കോസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അറ്റ് ദ ടൈം അവിടെ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ വെൻ യൂസ് ചെയ്താൽ മതി. പിന്നെ ബിസൈഡ്സ് ബീയിങ് ആണെങ്കിൽ അവിടെ വൈൽ, ആസ് വെൽ ആസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അതിനെ എന്തിലേക്ക് ആക്കാൻ പറ്റും, കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക് ആക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ടു കോംപ്ലക്സ് ഈ പറഞ്ഞ മെത്തേഡിലുള്ള. ദ വാട്ടർ വാസ് ടു കോൾഡ് ഫോർ മീ ടു സ്വിം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിന് നമുക്ക് കോംപ്ലക്സ് ആക്കണമെങ്കിലോ, ദ വാട്ടർ വാസ് സോ കോൾഡ് ദാറ്റ് ഐ കുഡ് നോട്ട് സ്വിം. നമ്മൾ പറഞ്ഞു ഇവിടെ ടു വന്നു കഴിഞ്ഞാൽ സോ ദാറ്റ് ആണ് വരിക എന്നുള്ളത്. ഇതേപോലെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു സെൻറ്റൻസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ സിമ്പിളിന് കോംപ്ലക്സിലേക്ക് കൊണ്ടുവരാം. ഈ ടേബിൾ നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ, പിന്നെ വരുന്നത് കോമ്പൗണ്ട് ടു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. കോമ്പൗണ്ട് ടു കോംപ്ലക്സ് എന്ന് പറയുമ്പം കോംപ്ലക്സ് സെൻറ്റൻസ് എന്തായിരുന്നു എന്നുള്ളത് നോക്കുക. അപ്പം റീപ്ലേസ് ദ കോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് ആൻഡ് ബട്ട്, സോ എന്നൊക്കെ പറയുന്ന കോർഡിനേറ്റിംഗ് കൺജക്ഷനെ എന്ത് ചെയ്യണം, നമ്മൾ സബോർഡിനേറ്റിംഗ് വൺ ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കോമ്പൗണ്ടിൽ നിന്ന് കോംപ്ലക്സിലേക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പം അതായത് ഇപ്പോൾ ഒരു സെൻറ്റൻസ് നോക്കാം, വർക്ക് ഹാർഡ് ആൻഡ് യു വിൽ പാസ് എന്ന് ഉള്ള ഒരു സെൻറ്റൻസ്. ആ സെൻറ്റൻസിനെ കോംപ്ലക്സിലേക്ക് കൊണ്ടുവരുമ്പം ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് എന്നുള്ള ആ ഇഫ് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്താക്കി, അതിനെ കോംപ്ലക്സ് ആക്കി. അപ്പോൾ കോമ്പൗണ്ട് ടു കോംപ്ലക്സ് ആക്കാൻ സിമ്പിളാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ടേബിൾ വ്യൂ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന വ്യൂ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ അസേർട്ടീവ് സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഇൻട്രോഗേറ്റീവിലേ വരുമ്പം അത് നെഗറ്റീവ് സെൻറ്റൻസ് ആവും. അതുപോലെ എക്സ്ക്ലമേറ്ററി അസേർട്ടീവിലേ വരുന്ന സമയത്ത് എന്താ വരേണ്ടത്, എക്സ്ക്ലമേറ്ററിയിൽ ഉള്ള കാര്യങ്ങൾ യൂസ്, വെരി, ഗ്രേറ്റ് എന്നൊക്കെ ഉപയോഗിച്ച് നമ്മൾ അസേർട്ടീവിലേക്ക് ആക്കും. സിമ്പിൾ കോമ്പൗണ്ട് നമ്മൾ നോക്കി ഫാൻ ബോയ്സ് ആഡ് ചെയ്തിട്ട് സിമ്പിൾ കോംപ്ലക്സ് നമ്മളിപ്പോൾ കണ്ടു അല്ലേ, ലാസ്റ്റ് വൺ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ടോപ്പിക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടുകളും ഇതിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ട എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മളെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആപ്പ് യൂസ് ചെയ്യാത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. See you all. Thank you.